സ്വപ്നങ്ങൾക്ക് പുറകെ പാറി നടന്ന് അവസാനം ചിറകറ്റ് വീഴുന്ന ദേശാടന പക്ഷികളെ വിളിക്കുന്ന പേരാണ് പ്രവാസി. ഇതും ഒരു പ്രവാസിയുടെ കഥയാണ്. നമ്മളറിയാതെ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു പാവം പ്രവാസിയുടെ കഥ. ചായ നന്നായിട്ടുണ്ട്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ വളരെ കുറവാണ്. പഴയ മാതിരി ഏർപ്പാടൊന്നുമില്ല. ഇവിടെ ഊണിന് എത്രയാ? ഊണിന് 45. എൻ്റെ ഈ 10 രൂപയുള്ളൂ. അവിടെ വെച്ചോളൂ. ഇതിനുള്ളത് തന്നാ മതി. പൈസ ഇല്ലാന്ന് കരുതി പട്ടിണിയൊന്നും കിടക്കണ്ട. വെറും ചോറായാലും മതി. 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാ. എന്തു പറ്റിയേട്ടാ? എന്തിനാ കരയുന്നത്? എൻ്റെ പഴയ കാലം ഓർത്തു പോയതാ. ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു വീട്, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം എന്നിവയ്ക്ക് പണം കണ്ടെത്താൻ ഉറ്റവരെയും ഉടയവരെയും നാടും വീടും ഉപേക്ഷിച്ച് ഞാനും ആദ്യമായി ഈന്തപ്പനകളുടെ നാട്ടിലെത്തി. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അന്ന് ഞാൻ കടൽ കടന്നത്. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ജീവിതത്തിലേക്കൊരു ഓട്ടമായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ ഞാൻ നേടിയെടുത്ത എൻ്റെ സ്വപ്നങ്ങൾ, അല്ല ഞങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. അവസാനം അവർ എന്നെ, എനിക്ക് താങ്ങും തണലുമാകേണ്ടവൾ എന്നെ തനിച്ചാക്കി നേരത്തെ അങ്ങ് പോയി. എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു ഭാരമായി. അവസാനം അവരെന്നെ ഇറക്കി വിട്ടു. ഓപ്പോളുടെ നിർബന്ധപ്രകാരം എൻ്റെ സ്വത്തുക്കളെല്ലാം ഭാഗം വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്നും എൻ്റെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞു, അപ്പാപ്പ അതൊന്നും വേണ്ട അപ്പാപ്പ, അവസാനം അപ്പാപ്പ വയ്യാതാരാവും. ഒന്ന് പോടാ, വലിയ വായിൽ വർത്താനം പറയാതെ. ടോമി, മക്കളും മരുമക്കളും കൊച്ചുമക്കളും വളർന്നു. അവർക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് ഓപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവർക്കും ചിറക് വെച്ചു തുടങ്ങി. പാറിപ്പറക്കാൻ അവർക്കിനി പണം വേണം. ഇക്കാലമത്രയും ഞാൻ സമ്പാദിച്ച എൻ്റെ വിയർപ്പിൻ്റെ മൂല്യം എൻ്റെ മക്കൾക്കല്ലാതെ മറ്റാർക്ക് കൊടുക്കാൻ? എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ലായിരുന്നു, ചോദിക്കാനും. മക്കൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഓപ്പോൾക്കും കൊടുത്തു. അപ്പോഴാണ് മനസ്സിനൊരു സുഖം തോന്നിത്തുടങ്ങിയത്. പക്ഷേ എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ മക്കൾക്ക് ഞാൻ നൽകി. അതിനെൻ്റെ യൗവനമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. 28 വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതം പറയാൻ ഞാൻ മോനെ അപ്പു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കും മോനെ. ഇരിക്കും മോനെ, ഇരിക്കും.
അമ്മയല്ലേ വന്നത്? ആഹാ. പഠിക്കാനൊന്നുമില്ല നിനക്ക്? പഠിച്ചു കഴിഞ്ഞു. തർക്കത്തരം പറയുന്നു. തല്ലിന്റെ കുറവാ നിനക്ക്. വെള്ളം കൊണ്ടുകൊടുക്കാൻ നീ എന്ത് വേലക്കാരനോ? പാർവതി, അവനൊന്നും ചെയ്തില്ല. നിങ്ങളാ എന്റെ കൊച്ചിനെ ഇങ്ങനെ വഷളാക്കുന്നത്. കേറി പോടാകത്ത്. ഒരു വയസ്സനല്ലേ ഞാൻ? ആ പരിഗണനെങ്കിൽ എനിക്ക് തന്നൂടെ? ഉണ്ണാതെയും ഉറങ്ങാതെയും മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിനാണ് ആ വീട് ഞാൻ വെച്ചത്. അവളുടെ ഓർമ്മകൾ ഉറങ്ങുന്നതാണ് ആ മണ്ണ്. മരിക്കാൻ എനിക്ക് ഭയമില്ല. അല്ലെങ്കിൽ ഇനി ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കണത്? വയ്യ കുട്ടിയെ ഈ വയസ്സന്. ഏത് നേരവും ഫോണാണല്ലോ. ഇവിടെ എന്ത് നടന്നാലും നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. നീ എന്തോ നാടി, നീ നിന്റെ പണി നോക്ക്. നിങ്ങൾ എന്റെ മാല കണ്ടോ? നിന്റെ മാലയൊന്നും കണ്ടില്ല. അവിടെ എങ്ങാനും ഉണ്ടാവും. നീ തപ്പി നോക്കിയേ. അല്ല പിന്നെ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. എത്ര ലക്ഷം രൂപയുടെ മാലയാണെന്ന് അറിയാമോ? എത്ര ആയാലും എന്താ, നീ വെച്ചത് എവിടെയെന്ന് നിനക്കറിയില്ലേ? ഒന്ന് നല്ലോണം തെരഞ്ഞു നോക്കിയേ. അല്ല പിന്നെ എവിടെ വെച്ചത് നിനക്ക് ഓർമ്മയില്ലേ? അറിയില്ല. ഒന്ന് നോക്കങ്ങട്. എനിക്ക് ചില ആൾക്കാർ സംശയമുണ്ട്. ആഹാ, പറഞ്ഞ പോലെ നീ മാല എവിടെ പോയി? ഈ നശിച്ച വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല ഒരിക്കലും. എന്റെ മാല എവിടെ? മാലയോ? കിളവ നിങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നേക്ക്. ഈ നശിച്ച ആള് കാരണം എന്റെ മകനൊരു കിടപ്പിലാണ്. ആ പാവത്തിനൊന്നും എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. എതിലെങ്കിലും ഇറങ്ങി പോയിക്കൂടെ? ലച്ചു, നിർത്ത്. നീ ഇതെന്തൊക്കെയാ പറയണേ? ഞാൻ ആരുടെയും മാല എടുത്തിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമല്ല. അച്ഛാ, അതെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഒരു സമാധാനമില്ല. എങ്ങോട്ടെങ്കിലും പോയി ചത്താ മതി. ഏട്ടാ, അത് എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേരേട്ടാ. ഇയാൾ കാരണം എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. പോയി ചത്തൂടെ? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അത് ചെയ്യരുത്. അച്ഛനെ തല്ലിയെന്നുള്ള പേര് ദോഷം മോന് വേണ്ട. ഞാൻ പോവുക. നിന്റെ ഒരു കാര്യം അത് മതി. വായോ. അപ്പൂപ്പ എങ്ങോട്ടാ പോകുന്നേ? പോണ്ട അപ്പൂപ്പ. അപ്പൂപ്പ വീട്ടിലേക്ക് വായോ. അപ്പൂപ്പ പോണ്ട അപ്പൂപ്പ. എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? കയറി പോകത്ത്. വെറുതെ കഴിച്ച ശീലല്ല, അതുകൊണ്ടാ. കാണാം. അമ്മേ ദേവി കാത്തോളമേ. ഭഗവതി അമ്മേ അമ്മേ ദേവി അമ്മേ ദേവി അമ്മേ
അനുഗ്രഹിക്കാം. അമ്മേ, തെറ്റുകളെല്ലാം പുറത്തു തരണേ ദേവി. ഈശ്വര, സമയം കുറേ ആയല്ലോ. വണ്ടി പോയി കാണോ? ദേവി കാത്തോളണേ. ആരാണാ കിടക്കുന്നത്? ദൈവമേ, ഇന്നലെ കടയിൽ കണ്ട ആളാണല്ലോ ഇത്. പാവം വിശന്ന് തളർന്ന് കിടക്കുകയായിരിക്കും. ഏട്ടാ, ഏട്ടാ,